നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ LDFിലെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പൂർണ്ണമായിരിക്കുകയാണ്. കേഡർ പാർട്ടിയാണല്ലോ CPM നയിക്കുന്ന ആ മുന്നണിയിലെന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ചിട്ടയോടുകൂടി പോകും. അതങ്ങനെയാണ്. പാർട്ടിയിൽ എന്ത് തോന്നിവാസങ്ങളൊക്കെ ഉണ്ടായാൽ പോലും ഈ വക കാര്യങ്ങളിൽ മറ്റ് ആർക്കുമില്ലാത്ത തരത്തിലുള്ള ചില ചിട്ടകളുണ്ട്. ആ ചിട്ടകളനുസരിച്ച് അവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തി വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കം നടത്തുകയാണ്. കാരണം 2019 ആ തോൽവി ഇപ്പോഴും അങ്ങോട്ട് ആലോചിക്കാൻ പറ്റുന്നില്ല പാർട്ടിക്ക്. ആകെ കിട്ടിയത് ഒരു കനൽ മാത്രമാണ്. ഒടുവിൽ പറയേണ്ടി വന്നു, ഒരു ചെറിയ കനൽ മതി ആളിക്കത്താൻ എന്ന് പറഞ്ഞങ്ങ് ആശ്വസിക്കുകയാണ് ചെയ്തത്. ഈ കിട്ടാത്തപ്പോൾ മുന്തിരിങ്ങ പുളിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ ആയിരുന്നു 19 CPMൻ്റെ അവസ്ഥ. അതുകൊണ്ട് 2024 വളരെ തന്ത്രപൂർവ്വമാണ് കരുക്കൾ നീക്കുന്നത്. മുതിർന്ന നേതാക്കന്മാർ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർ, മന്ത്രിമാർ, MLAമാർ കഴിഞ്ഞ തവണ, അതായത് 2016 ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ തിളങ്ങി നിന്ന, മന്ത്രിസഭയിൽ തിളങ്ങി നിന്ന മന്ത്രിമാർ, KK ശൈലജ, സുനിൽകുമാർ, ഇവരെയൊക്കെ തന്നെ രംഗത്തിറക്കിയിട്ടുണ്ട്. അതോടുകൂടി ആ മണ്ഡലങ്ങളൊക്കെ തിരിച്ചു പിടിക്കാമെന്നാണ് പാർട്ടി കരുതുന്നത്. അതുപോലെ CPMൻ്റെ സംസ്ഥാന മുൻ ആക്ടിംഗ് സെക്രട്ടറി ആയിട്ടിരുന്ന വിജയരാഘവൻ, പോളിറ്റ് ബ്യൂറോ അംഗം, ചലച്ചിത്ര നടൻ, ഇവരെയൊക്കെ രംഗത്തിറക്കിയിട്ടുണ്ട്. മുമ്പും ചലച്ചിത്ര താരത്തെയൊക്കെ ഇറക്കിയിട്ടുള്ളതാണ്. ഇന്നസെൻറ്റിനെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇന്നസെൻറ്റിനെ 2ാം വട്ടം പരാജയം വാങ്ങിച്ചു കൊടുത്തു. അതുപോലെ തന്നെ മറ്റു പലരെ ഇറക്കാനുള്ള നീക്കം നടത്തിക്കഴിഞ്ഞപ്പോൾ എതിർപ്പും ഉണ്ടായി. യുവനിരയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്ന് പലരും പ്രതീക്ഷിച്ചു. കൊല്ലത്ത് ഏതോ ഒരു യുവനിരയിൽ നിന്ന് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ ഇറക്കി പ്രേമചന്ദ്രനെ പേടിപ്പിക്കും, പ്രേമചന്ദ്രൻ കൊല്ലം ഇട്ടെറിഞ്ഞിട്ട് പോകും എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ യുവജന കമ്മീഷൻ അധ്യക്ഷയായിട്ടിരുന്ന് കേരളത്തെ മുഴുവൻ വിറങ്ങലിപ്പിച്ച ഒരു യുവ നേതാവ് എന്ന് പറയാം, ചിന്തോ ജെറോ. ചിന്തയുടെ ആ പാരമ്യത്തിൽ നിൽക്കുന്ന ചിന്തോ ജെറോ ലോക്സഭയിലേക്ക് പോകേണ്ടതായിരുന്നു. കാരണം അവിടെ നമ്മുടെ AA റഹീം, ജോൺ ബ്രിട്ടാസും ഒക്കെയുണ്ട്. ഇവരുടെ ഇംഗ്ലീഷും ചിന്തോ ജെറോമിൻ്റെ ഇംഗ്ലീഷും ഒക്കെ കൂടിയാകുമ്പോൾ പാർലമെൻറ്റ് ഒന്ന് നടുങ്ങും. നരേന്ദ്രമോദി തന്നെ എഴുന്നേറ്റ് നിന്ന് തൊഴുതു പോകും ചിലപ്പോൾ. പിന്നെ അത് കഴിയുമ്പോൾ ക്യാൻറ്റീനിൽ ചായ കുടിക്കാനൊക്കെ വിളിച്ചുകൊണ്ട് പോയെന്ന് വരാം. അപ്പോൾ ചിന്തോ ജെറോമിനെ ഒഴിവാക്കിയത് പാർട്ടി കാണിച്ച വലിയൊരു പൊറുക്കാനാവാത്ത തരത്തിലുള്ള ഒരു തെറ്റ് തന്നെയാണ്. കാരണം പാർട്ടിക്ക് വേണ്ടി ഇത്രത്തോളം പ്രയത്നിച്ചിട്ട് എന്തെല്ലാം തെറ്റുകൾ ഉണ്ടായിട്ടും അതെല്ലാം ഏറ്റെടുത്ത് സഹനശക്തിയോടുകൂടി തന്നെ നിന്ന് മറുപടി കൊടുത്ത ചിന്തോ ജെറോമിനെ ഇങ്ങനെ തഴയേണ്ടതില്ലായിരുന്നു. ചിന്തോ ജെറോമിന് വേണ്ടി നമ്മുടെ സാംസ്കാരിക നായകൻ 2009 NK പ്രേമചന്ദ്രനെതിരെ മത്സരിച്ച കേരളത്തിൻ്റെ അഭിനവ മുണ്ടൻ, 2ാം മുണ്ടൻ എന്നൊക്കെ സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന നമ്മുടെ സാംസ്കാരിക നായകനായ MA ബേബി ആയിരുന്നല്ലോ. MA ബേബി ആവുന്നത്ര ശ്രമിച്ചു ചിന്തോ ജെറോമിനെ കൊല്ലത്തിറക്കാൻ വേണ്ടിയിട്ട്. നടന്നില്ല. എന്തായാലും ബേബിയുടെ വാക്ക് കേൾക്കാതെ പോയി എന്നുള്ളതാണ്. ചിന്തോ ജെറോം വന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പ്രേമചന്ദ്രനൊന്ന് നടുങ്ങിയേനെ. അങ്ങനെ അത് വിഫലമായി പോവുകയാണ് ചെയ്തത്. 2014 NK പ്രേമചന്ദ്രനെതിരെ MA ബേബി മത്സരിക്കുമ്പോൾ നമ്മുടെ കൊല്ലത്തെത്തി പിണറായി വിജയൻ പരനാറി പ്രയോഗം നടത്തി. അതെന്തായാലും ബേബിയെ അങ്ങ് തോപ്പിച്ച് വീട്ടിലിരുത്താനായിട്ട് സാധിച്ചു. ആ പരനാറി പ്രയോഗം 2ാമതും അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നെ അതുപോലെ പലരും കരുതിയത് ഈ നമ്മുടെ ആർഷോ എന്ന് പറയുന്ന ഈ റോഡ് ഷോ നടത്തിക്കൊണ്ടിരുന്ന ഒരാളുണ്ടല്ലോ, ഗവർണറെയൊക്കെ ഇറങ്ങി നിന്ന് ചീത്ത വിളിക്കുക, വലിയ ഷോ കാണിക്കുന്ന ആർഷോ, SFI പിള്ളേരെയൊക്കെ
SFI പിള്ളേരെ എന്നല്ല, പിള്ളേരെ വഴിതെറ്റിക്കുന്ന SFIയുടെ ഒരു നേതാവ്. ഇദ്ദേഹം പിന്നെ പാർലമെൻറ്റ് സീറ്റുമൊക്കെ സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും വിചാരിച്ച് എവിടെയെങ്കിലും കൊടുക്കും, വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ്. ഈ ചിന്തോ ജെറോമും ആർഷോയും ഒക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പാർലമെൻറ്റ് ഒരു രസമായിരുന്നേനെ. കാരണം ഡബിളെ റഹീമും ബ്രിട്ടാസും എല്ലാം കൂടി ഉണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ പിന്നെ കേരളത്തിലുള്ളവരെ ഒന്ന് പ്രത്യേകം എടുത്തറിയാൻ പറ്റും. SFIക്കാരുടെ തനി ഗുണം അവിടെ കാണിക്കുമായിരുന്നു. അപ്പോൾ വിവരവും അറിയുമായിരുന്നു. അപ്പോൾ എന്തായാലും ആർഷോ ഈ റോഡ് ഷോ ഒക്കെ നടത്തിയിട്ട് യാതൊരു പ്രയോജനവുമില്ലാതായി. എത്ര പ്രാവശ്യം വെയിൽ കൊണ്ട് പിന്നെ ഉടുതുണി വരെ പിന്നെ ഉപേക്ഷിച്ച് ഗവർണർക്കെതിരെ നിന്ന് ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തതാണ്. ആ ചീത്ത വിളിയൊന്നും കേൾക്കാൻ കൂടെ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ആർഷോ പിന്നെ ഒളിഞ്ഞു മാറി നിന്നുകൊണ്ട് നമ്മുടെ CPM നേതാക്കന്മാരെ തെറി വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ നിന്ന് 2 പ്രധാന പ്രതിനിധികൾ പോകേണ്ടതായിരുന്നു. അതില്ലാതായിപ്പോയി. അത് ഏറ്റവും വലിയ ഒരു കനത്ത ഇന്ത്യൻ രാഷ്ട്രീയത്തിനുണ്ടാകുന്ന ഒരു നഷ്ടം തന്നെയാണ്, ഒരു വലിയ വിടവാണ്. ആ വിടവിനി നികത്തണമെന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് പാർട്ടി തന്നെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതുപോലെയൊക്കെയുള്ള ഈ പിന്നെ പ്രതിഭാശാലികളായിട്ടുള്ള ചിന്തോ ജെറോമിനെയും പിന്നെ ആർഷോയെ ഒക്കെ ഇനി ഏതെങ്കിലുമൊക്കെ ഓരോ സ്ഥാനത്തിരുത്താനായിട്ട് പാർട്ടി ശ്രമിക്കുമായിരിക്കും.